മഹാരാഷ്ട്രയിലെ സർക്കാർ സ്കൂളുകളുടെ അവസ്ഥ തുറന്നുകാട്ടാനിറങ്ങിയ അഭിജിത് ദീപ്കയ്ക്കെതിരെ ഇപ്പോൾ എഫ്ഐആർ. സർക്കാർ സ്കൂളിലെത്തി കുട്ടികളുമായി സംസാരിച്ചതിനും അധ്യാപകരെ ചോദ്യം ചെയ്തതിനും സ്കൂളിന്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തിയതിനുമാണ് കേസ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? എന്തുകൊണ്ടാണ് ഒരു സ്കൂൾ സന്ദർശനം ഇത്രയും വലിയ നിയമവിവാദമായി മാറിയത്? മഹാരാഷ്ട്രയിലെ ലാത്തൂർ ജില്ലയിലെ ഔസ താലൂക്കിലെ ജവാളി പ്രദേശത്തുള്ള ജില്ലാ പരിഷത്ത് ഉറുദു സ്കൂളിലാണ് സംഭവം. കോക്രോച്ച് ജനതാ പാർട്ടി അഥവാ CJPയുടെ സ്കൂൾ ടീക്കറോ എന്ന ക്യാമ്പയിന്റെ ഭാഗമായാണ് അഭിജിത് ദീപ്കയും സംഘവും ഈ സ്കൂളിലെത്തിയത്. സർക്കാർ സ്കൂളുകളുടെ യഥാർത്ഥ അവസ്ഥ പുറത്തു കൊണ്ടുവരിക എന്നതാണ് ഈ ക്യാമ്പയിന്റെ ലക്ഷ്യം. സ്കൂളിലെത്തിയ ദീപ്കെ കുട്ടികൾക്കിടയിൽ ഇരിക്കുകയും അവരോട് പല ചോദ്യങ്ങളും ചോദിക്കുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണോ അവിടെ ഇരിക്കുന്നതെന്നും അവരുടെ സ്കൂൾ ബാഗുകൾ എവിടെയാണെന്നും അദ്ദേഹം ചോദിച്ചു. ഇതിനിടെ ചില കുട്ടികൾ തങ്ങളുടെ ബാഗുകൾ മറ്റൊരു സ്കൂളിലാണെന്ന് പറഞ്ഞതായും ദീപ്കെ ആരോപിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്റെ സന്ദർശനത്തിന് മുന്നോടിയായി മറ്റൊരു സ്കൂളിലെ വിദ്യാർത്ഥികളെ ഇവിടെ എത്തിച്ച് ഇരുത്തിയതാണെന്ന ഗുരുതര ആരോപണവും അദ്ദേഹം ഉന്നയിച്ചു. അതുമാത്രമല്ല, സ്കൂളിൽ കുടിവെള്ളത്തിന്റെ അഭാവം, ശുചിമുറികളുടെ അവസ്ഥ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ദീപ്കെ ചൂണ്ടിക്കാട്ടി. മിഡ് ഡേ മീലിനായി പുതിയ സ്റ്റീൽ പ്ലേറ്റുകൾ എത്തുന്നതിനെ കുറിച്ചും അദ്ദേഹം ചോദ്യമുയർത്തി. എന്നാൽ സ്കൂൾ അധികൃതരുടെ ഭാഗത്ത് നിന്ന് കാര്യങ്ങൾ മറ്റൊരു രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. അധ്യാപികയായ സയ്യിദ് ഷബ്ദ ബനോയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഔസ പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത്. പരാതിയിൽ പറയുന്നത് ദീപ്കയും സംഘവും അനുമതിയില്ലാതെ സ്കൂൾ പരിസരത്ത് പ്രവേശിക്കുകയും ക്ലാസ് പ്രവർത്തനങ്ങളെയും സർക്കാർ ജോലികളെയും തടസ്സപ്പെടുത്തുകയും ചെയ്തു എന്നാണ്. അധ്യാപകരെ സസ്പെൻഡ് ചെയ്യിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും സ്കൂളിനെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിച്ചെന്നും പരാതിയിൽ പറയുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഭാരതീയ ന്യായ സംഹിതയിലെ 4 വകുപ്പുകൾ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥന്റെ ഔദ്യോഗിക ജോലി തടസ്സപ്പെടുത്താൻ, ആക്രമണമോ ക്രിമിനൽ ഫോഴ്സോ ഉപയോഗിക്കൽ, അനധികൃതമായ കെട്ടിടത്തിൽ പ്രവേശിക്കൽ, ക്രിമിനൽ ഭീഷണി, ക്രിമിനൽ അപകീർത്തിപ്പെടുത്തൽ തുടങ്ങിയ കുറ്റങ്ങളാണ് എഫ്ഐആറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഉയർന്ന പ്രധാന ചോദ്യം ഇതാണ്: ഒരു സർക്കാർ സ്കൂളിന്റെ അവസ്ഥ പരിശോധിക്കാൻ ഒരു വ്യക്തിക്ക് എത്രത്തോളം അധികാരമുണ്ട്? സർക്കാർ സ്കൂളുകൾ പൊതുജനങ്ങളുടെ പണം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ്. അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ, അധ്യാപകരുടെ ലഭ്യത, കുട്ടികൾക്ക് ലഭിക്കുന്ന വിദ്യാഭ്യാസം ഇതെല്ലാം പൊതു താല്പര്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അതുകൊണ്ട് തന്നെ സ്കൂളുകളുടെ അവസ്ഥയെക്കുറിച്ച് ചോദ്യമുയർത്തുന്നത് തെറ്റാണെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ അതേസമയം ഒരു സർക്കാർ സ്കൂളിൽ ഔദ്യോഗിക അനുമതിയില്ലാതെ പ്രവേശിച്ച് ക്ലാസ് മുറിയിലെ അധ്യാപനത്തെ തടസ്സപ്പെടുത്തുകയും അധ്യാപകരെയും കുട്ടികളെയും നേരിട്ട് ചോദ്യം ചെയ്യുകയും ചെയ്യുന്നത് നിയമപരമായും ഭരണപരമായും മറ്റൊരു വിഷയമാണ്. അതായത് സ്കൂളുകളുടെ പ്രശ്നങ്ങൾ പുറത്തു കൊണ്ടുവരുന്ന ഒരു കാര്യം, അത് ചെയ്യാൻ സ്വീകരിക്കുന്ന മാർഗം മറ്റൊരു കാര്യം. ഇതാണ് ഈ സംഭവത്തെ ചുറ്റിപ്പറ്റിയുള്ള പ്രധാന തർക്കം. ഇതിനിടെ ദീപ്കയുടെ സ്കൂൾ ടീക്കറോ ക്യാമ്പയിൻ ഇതിനകം തന്നെ പല സംസ്ഥാനങ്ങളും ശ്രദ്ധ നേടിയിട്ടുണ്ട്. സർക്കാർ സ്കൂളുകളുടെ മോശം അടിസ്ഥാന സൗകര്യങ്ങൾ, കുടിവെള്ള പ്രശ്നങ്ങൾ, ശുചിമുറികളുടെ അവസ്ഥ തുടങ്ങിയവ സോഷ്യൽ മീഡിയയിലെ പുറത്തു കൊണ്ടുവരികയാണ് CJP പ്രവർത്തകർ ചെയ്യുന്നത്. മഹാരാഷ്ട്രയിലെ മറ്റൊരു സ്കൂൾ സന്ദർശനത്തിലും കുട്ടികൾ തന്നെ ക്ലാസ് മുറി വൃത്തിയാക്കേണ്ടി വരുന്നതിനെ ദീപ്കെ ചോദ്യം ചെയ്തിരുന്നു. ശുദ്ധജലം ലഭ്യമല്ലാത്ത സ്കൂളുകളെ കുറിച്ചും അദ്ദേഹം ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു.